ഇനി കേരളത്തിൻ്റെ ധനസ്ഥിതിയിലേക്ക് വന്നാൽ ധനസ്ഥിതി താരതമ്യത്തിലെ നീതി ആയോഗ് റാങ്കിങ്ങിൽ കേരളം വളരെ പിന്നിലാണ്. 18 പ്രധാന സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 15-ാമതാണ്. ഗുണപരമല്ലാത്ത ചെലവുകൾക്കൊപ്പം സംസ്ഥാനത്തിന് കൂടുതൽ ബാധ്യതയുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നീതി ആയോഗിൻ്റെ കണക്കിൽ കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ പരിതാപകരമാണ്. 18 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിൽ 15-ാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. വിനോദ, നീതി ആയോഗിന്റെ 2025 ധനാരോഗ്യ സൂചിക റിപ്പോർട്ടിലാണ് 2022-23 കാലത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് വളരെ പിന്നിലുള്ള റാങ്ക് നൽകിയിരിക്കുന്നത്. 2014-15 കാലത്ത് 16-ാമത്തെ റാങ്കിൽ നിന്നും 15-ലേക്ക് ഉയർന്നു എന്നതൊഴിച്ചാൽ സംസ്ഥാനത്തിന്റെ അവസ്ഥയും ഈ പ്രകടനവും വളരെ മോശം എന്നുള്ളത് തന്നെയാണ് നീതി ആയോഗിന്റെ വിലയിരുത്തൽ എന്നുള്ളത്. ഈ സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുന്നതിൽ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ വിഭാഗത്തിലാണ് കേരളത്തെ നീതി ആയോഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കേരളത്തിനൊപ്പം ഹരിയാന, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ ആസ്പിറേഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ധനാരോഗ്യ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തുവിടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ചെലവിന്റെ ഗുണനിലവാരം, വരുമാന സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിന്റെ സൂചിക, കടത്തിന്റെ സുസ്ഥിരത എന്നിവയാണ്. അപ്പോൾ ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് സംസ്ഥാനത്തിന് ഏറ്റവും അധികം പോയിന്റ് നഷ്ടമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റുകൾ നീതി ആയോഗ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. വരുമാനത്തിന്റെ അളവിൽ ചെറിയ വർധനവുണ്ട്, പക്ഷെ അപ്പോഴും ചെലവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കേരളത്തെ ഇത്തരം റാങ്കുകളിൽ പിന്നോട്ടടിക്കുന്നു എന്നുള്ളതാണ് നീതി ആയോഗ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ ഒരു ഏകദേശ രൂപം ഇങ്ങനെയാണ്. അതായത് സംസ്ഥാനത്തിന്റെ ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയിട്ടുള്ള ഒഴിവാക്കാനാകാത്ത ചെലവുകൾ, അതാകെയുള്ള ചെലവിന്റെ 63.9% ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ശമ്പളവും പെൻഷനും ഒക്കെ നൽകാനാണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും ചെലവഴിക്കുന്നത്. അതേസമയം മറ്റ് ചെലവുകൾ, ഇപ്പോൾ വികസന ചെലവ് പോലെയുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങൾ, ആരോഗ്യരംഗത്തുള്ള മേഖലയിൽ, അങ്ങനെ അതിനൊക്കെ ചെലവഴിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഒക്കെ ഏറെ പിന്നിലാണ് കേരളം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അതിൽ കണക്കുകളിലേക്ക് വരുമ്പോൾ വികസന ചെലവിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി വികസന ചെലവ് 15.2% നിൽക്കുമ്പോൾ കേരളത്തിൽ അത് വെറും 8.8% എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വലിയ അന്തരം തന്നെ ഈ സംസ്ഥാനം ചെലവഴിക്കുന്ന പണം, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വരുമാനത്തിനുണ്ടാകുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു കൃത്യമായ ധാരണ കൂടി നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ കുടുംബക്ഷേമ ചെലവ് വരുമ്പോൾ കേരളത്തിൽ അത് 6.4% മാത്രമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ 5.5%വും അതിനു മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നീതി ആയോഗ് പറയുന്നത്. വിദ്യാഭ്യാസ ചെലവിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറഞ്ഞ നിരക്കിൽ കേരളം നിൽക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കടവും ബാധ്യതയും എല്ലാം കുറയ്ക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യവും നീതി ആയോഗ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റവന്യൂ വരുമാനത്തിന്റെ 19%വും ഈ കടത്തിന്റെയൊക്കെ പലിശ കൊടുക്കാനാണ് കേരളത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ധനാരോഗ്യ റിപ്പോർട്ടിൽ റാങ്കിങ്ങിൽ കേരളത്തിന് 15-ാം സ്ഥാനം നൽകിക്കൊണ്ട് 18 പ്രമുഖമായ സംസ്ഥാനങ്ങളെയാണ് പരിഗണിച്ചത്. അതിൽ 15-ാം റാങ്കാണ് കേരളത്തിന് ഉള്ളത് എന്ന് പറയുമ്പോൾ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. വിനോദ്. അതെ, കേരളത്തിൻ്റെ സ്ഥാനം വളരെ പിന്നിലാണ്. 18 സംസ്ഥാനങ്ങൾ, നീതി ആയോഗിൻ്റെ കണക്കിൽ 18 സംസ്ഥാനങ്ങൾ 15-ാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം. ധനസ്ഥിതി വളരെ മോശമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രജിത്ത്.